എന്തുണ്ട് സുഖമല്ലേ? നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 45 മണിക്കൂർ റെസ്റ്റിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് അധിക സമയം റെസ്റ്റ് കിട്ടി. നമുക്ക് തിങ്കളാഴ്ച ആയിരുന്നു ലോഡ് എടുക്കേണ്ടത്. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയായപ്പോൾ കൊണ്ട് വണ്ടി സൈഡാക്കിയത് അവിടെ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ് രാവിലെ തന്നെ. ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ലോഡ് കേട്ടോ. അപ്പോൾ രാവിലെ ബിഗിനിങ് എൻട്രി അടിക്കുക. എൻട്രി ഡ്രൈവർ 1, ബിഗിനിങ് എൻട്രി ഓക്കെ. ഇപ്പം ബെൽജിയത്താണ് കേട്ടോ. അപ്പം ബെൽജിയം ഓക്കെ കൊടുത്തായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ബെൽജിയം ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ബാക്ക് പോവുക. എന്നിട്ട് നമ്മൾ അതർ വർക്കിലിടണം കേട്ടോ. ഇതാണ് അതർ വർക്ക്. ഈ കാണുന്നതാണ് അതർ വർക്ക് വരും കേട്ടോ. ഈ സംഭവം ഇത് പുതിയ ടാക്കോയാണ്. അപ്പോൾ ഈ അതർ വർക്ക് ഒരു 5 മിനിറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വണ്ടി ഫുള്ള് ടോട്ടലി ഒന്ന് ചെക്ക് ചെയ്യും. ഇപ്പം കർട്ടനൊന്നും മാറ്റിയിട്ടില്ല. കർട്ടനൊക്കെ ഇട്ടിട്ടുള്ള വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടതേ ഉള്ളൂ. ഡീസൽ ടാങ്കിൻ്റെ മൂടി ഇങ്ങനെ പായെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം മൊത്തത്തിൽ. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങൾ, അതേപോലെ ടയറ് കാര്യങ്ങൾ, എല്ലാവരും പോകാൻ വേണ്ടി വണ്ടിയൊക്കെ സ്റ്റാർട്ടിങ്ങിലുള്ള കേട്ടോ. ഇതുണ്ട് എവിടെയെങ്കിലും പായിൻ്റെ എന്തെങ്കിലും കീറലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, കള്ളന്മാരുള്ളതുകൊണ്ടേ. അതേപോലെ ഡോറ് തുറന്നിട്ടുണ്ടോ. ഇപ്പം നമുക്ക് വണ്ടിക്ക് പ്രശ്നം വരാൻ സാധ്യതയില്ല. എല്ലാവരും പോകാൻ കിടക്കുന്ന വണ്ടികളാട്ടോ ഈ കിടക്കുന്ന. ഇതൊന്നും ഇന്നലെ സ്ഥലമില്ലാഞ്ഞിട്ട് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നതാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ഈ കിടക്കുന്ന വണ്ടിയല്ല അത്, സ്ഥലമില്ലാത്തതിന് പേര്. ഇപ്പം നമ്മൾ പായ് കാര്യങ്ങളൊക്കെ നോക്കണം. ടയർ എല്ലാം ചെക്ക് ചെയ്യുക. ഡീസൽ ടാങ്ക് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. ഡീസൽ ടാങ്ക് നോക്കിയില്ലെങ്കിൽ ആരെങ്കിലും വന്ന് എൻ്റെ മൂടി ഊരും. എൻ്റെ ഒരു പ്രാവശ്യം ഊരി കളഞ്ഞാൽ ഇതുപോലെ ചെക്ക് ചെയ്യുക. നമ്മൾ വണ്ടി ഓഫാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കള്ളന്മാരൊക്കെ ഉണ്ട. വണ്ടി വന്ന് കയറുമെന്ന് ഓർത്തിട്ട് വണ്ടി പോകാനുള്ള പരിപാടി കേട്ടാ. വേസ്റ്റ് കളയാനുള്ള സ്ഥലം നോക്കി, പക്ഷേ വേസ്റ്റ് കളയാനുള്ള സ്ഥലം കിട്ടിയില്ല. ഗ്ലാസ് എല്ലാം ഫുള്ള് വെള്ളം പിടിച്ച് കിടക്കുക. അതുപോലെ ട്രാൻസിക് ആട്ടെ. ഇതിലാവുന്ന എല്ലാ സാധനങ്ങളും വരിക. അപ്പം ലോഡിങ്, ഇത് അൺലോഡിങ് ലൊക്കേഷൻ, അതിനകത്ത് GPS കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഇതാണ് GPS-ൻ്റെ ഇത് കേട്ടോ. അത് ഞെക്കി അത് കാൽക്കുലേറ്റ് ആകുന്നുണ്ട്. കാൽക്കുലേറ്റ് ആയി. അതിന് ശേഷം സ്റ്റാർട്ട് നാവിഗേഷൻ ഉണ്ടോ. 50 കിലോമീറ്റർ ഉണ്ട്. 50 കിലോമീറ്റർ. പിന്നെ ഇപ്പോൾ നമുക്ക് പോവാം. ഇതെപ്പോഴും ഈ സാധനം എപ്പോഴും നമുക്ക് ഒരു എന്താ പറയുക 5 മിനിറ്റിന് മേലെ അതർ വർക്ക് ഇടണം കേട്ടോ. അതിനകത്ത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും എത്ര മിനിറ്റായി നമ്മൾ വണ്ടി ഇവിടെ കിടക്കുന്നതെന്ന് കേട്ടോ. അതായത് അതർ വർക്കിൽ ഇടണമെന്ന് നമുക്ക് ഇവിടുത്തെ റൂൾ പ്രകാരമുള്ളതാണ്. അപ്പോൾ അതർ വർക്ക് എത്ര സമയമായെന്ന് ഇതുണ്ട്. 10 മിനിറ്റായി കേട്ടോ. ഇതാണ് അതർ വർക്ക്. അതിനിപ്പുറം ഒരു ചിഹ്നം കണ്ടോ. ഇതാണ് അതർ വർക്കിൻ്റെ ചിഹ്നം കേട്ടോ. ഗ്ലാസ്സിൽ ഇതാണ് കേട്ടോ. മഞ്ഞ് പിടിച്ച് നിൽക്കുന്നതാണ് എല്ലാവരും. ഇതുണ്ട് ആ വണ്ടിയിലെ ആൾ സ്റ്റാർട്ടിങ്ങിലാണ്. ഇത് സ്റ്റാർട്ടിങ്ങാണ്. ഇതുണ്ട് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയും കൊണ്ട്. അതിൻ്റെ ബേക്കിലൊക്കെ എല്ലാവരും വണ്ടി സ്റ്റാർട്ടിങ് ഇട്ടിരിക്കുക കേട്ടോ പോകാൻ വേണ്ടി. ഓരോരുത്തർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. വേണ്ട വരുന്നത്. ഇതൊക്കെ 45 മണിക്കൂർ റെസ്റ്റിൽ കിടന്ന വണ്ടികളാണ്. വേണ്ട വരുന്നുണ്ടോ. വാല എല്ലാവരും ഇറങ്ങി പോവാ. ഇനിയിപ്പം എല്ലാവരും റോട്ടിൽ കിടന്ന് ടൈറ്റാന്ന് ശനിയാഴ്ച വരെ. അത് നമ്മുടെ കമ്പനി ഫോൺ കേട്ടോ. ഇതിനകത്താണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇതിനകത്ത് ലോഡിങ് ടൈം ഉണ്ടാവും. 9 മണിക്ക് ഡേറ്റ് 10/2. അതിൻ്റെ GPS ലൊക്കേഷൻ അത് നമുക്ക് ഇവിടത്തേക്ക് അടിച്ചു കൊടുക്കാം. GPS ലൊക്കേഷൻ നമ്മുടെ ടാബിൻ്റെ അകത്തോട്ട്. 51 211 22 259 958 11. ഈ GPS നമ്പറും അതിൻ്റെ നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്ന GPS-ഉം ഒരേപോലെയാണോ എന്ന് നോക്കുക. നമ്പർ തെറ്റിയാൽ വേറെ അങ്ങോട്ടേയും പോകും, പണി പാടും. കമ്പനി ഫോണിൻ്റെ ആവശ്യം കഴിഞ്ഞു. സ്റ്റാർട്ടിങ് ഉണ്ട്. എത്ര കിലോമീറ്റർ ആകുന്നു വരുന്നുണ്ട്. 50 കിലോമീറ്റർ. ഇപ്പോൾ കറക്റ്റാണ് ഡ്രൈവ് കൊടുക്കുക. അത് ഓക്കെ. ഇനിയിപ്പോൾ ഫോണിലടിക്കണം. ഒക്കെ 2-3 മാപ്പ് വെക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടിപ്പോകാൻ വേണ്ടി നമ്മുടെ സേഫ്റ്റിക്കാണ് കേട്ടോ. ഇനി ഇത് നമ്മളെ ഈ നമ്മുടെ കയ്യിലുള്ള ഫോണിലേക്ക് അടിക്കും കേട്ടോ. സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. നമ്മളിപ്പോൾ വണ്ടി എടുക്കും. ചെറിയ ഗ്ലാസ്സിലൊരു ഇതുണ്ട് മഞ്ഞടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഗ്ലാസ്സിലേക്ക് കേട്ടിരിക്കുക. ഹീറ്ററേ നമ്മളും വണ്ടി എടുക്കും കേട്ടോ.
ദൈവമേ, എല്ലാവരും വണ്ടി എടുക്കണ്ട, അപ്പുറത്തും എടുക്കുക ഇപ്പുറത്തും എടുക്കുക, എല്ലാവരും പോവാം. ഇന്നലെ മൊത്തം ഇവിടെ മഴയായിരുന്നു കേട്ടാ, നല്ല മഴയായിരുന്നു. നമ്മൾ റോഡിന്റെ സൈഡിൽ തന്നെ കിടന്നത്. ഇതൊന്നും ഇന്നലെ അല്ല, മിനിഞ്ഞാന്നൊക്കെ നമുക്ക് പാർക്കിംഗ് വരെയൊക്കെ കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്ന കേട്ടാ. ഇതേപോലെ നമ്മളും കിടക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. അങ്ങനെ പോയി കിടക്കല. പോലീസ് വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നെതർലാൻഡിൽ നിന്ന് ഇതേപോലെ കിടന്നിട്ടാണ് എന്നെ വണ്ടി ഇറക്കി വിട്ടത്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നലെ ഫുള്ള് കണ്ടിന്യൂസ് മഴയായിരുന്നു കേട്ടോ ബെൽജിയത്ത്. നമ്മൾ റോട്ടിൽ കയറി കഴിഞ്ഞാൽ 85 കിലോമീറ്റർ സ്പീഡാണ്. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക. എല്ലാവരും 85 കിലോമീറ്റർ സ്പീഡ് വരുന്നവരാണ്. ബെൽജിയം ഇവിടെയൊന്നും വലിയ പ്രശ്നമില്ല. എല്ലാവരും വന്നിട്ട് അങ്ങനെ കയറി പോകും. മറ്റേ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 7 മണിയായി കേട്ടോ. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരം വെളുക്കാൻ കുറച്ച് താമസമാണ് ഇപ്പോൾ. നമുക്ക് രാവിലെ 9 മണിക്ക് ലോഡ് പറഞ്ഞത്. നമ്മളൊരു 8 മണിയാകുമ്പോൾ അവിടെ എത്തുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് അഥവാ സ്ഥലത്തിൻ്റെ എന്തെങ്കിലും മിസ്സയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ തപ്പിപ്പിടിച്ച് ചെല്ലാൻ വേണ്ടി കേട്ടോ. ലൊക്കേഷനിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടിയാണ് കുറച്ച് നേരത്തെ നമ്മൾ പോകുന്നത്. 7 മണി സമയമാണ്, നല്ല ഇരുട്ടുമാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ 8, 8:30, 9 മണിയൊക്കെ ആകും നല്ലോണം നേരം വെളുക്കാൻ. നമ്മൾ ഒരു കമ്പനിയാണ് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. ഇതിനിപ്പോൾ എവിടെയാണ് ഓഫീസെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഇനി പുറത്തോട്ടൊക്കെ പോയി ഓഫീസ് എവിടെയാണെന്നെല്ലാം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു കേട്ടോ. സംഭവം ലൊക്കേഷനിലെത്തി. അങ്ങനെ നമ്മൾ ഓഫീസിലേക്ക് പോവാം കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലങ്ങളൊക്കെ നോക്കുന്നത് എങ്ങനെയാണോ മര്യാദക്കാണോ പാർക്ക് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി. ഇതാണ് കമ്പനി. ഇത് എവിടെയാണ് ഓഫീസെന്ന് അറിയത്തില്ല, ഇനി തപ്പി പിടിക്കണം. ഇതിവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ തോന്നുന്നു ഓഫീസ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോവും. പേജറാണ് കേട്ടോ, ഇത് പേജർ. ഇത് PPP അടിയുന്ന സമയത്ത് നമ്മൾ ഇനിയും വീണ്ടും പോകണം. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 11:30 ലോഡിങ് പറഞ്ഞിരിക്കുന്നത്. ഇത് വണ്ടി 11:30 ലോഡിങ് ആണെങ്കിൽ കണക്കായി. കമ്പനി പറഞ്ഞിരിക്കുന്നത് 9 മണിയെന്നായിരുന്നു. നമ്മുടെ വണ്ടി കുറച്ച് അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. ഡോറൊക്കെ തുറന്ന് ഇതിൻ്റെ അകത്ത് ചെറിയ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അത് ലോഡ് എടുത്തിട്ട് ഞാൻ ഇതാക്കിയിട്ടില്ല. ചില സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. ഒന്നും വിഷയമില്ല, എല്ലാം നമ്മൾ എന്താ പറയുക റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പണിയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ പട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് താക്കണം. അതുകൊണ്ട് ഇതെല്ലാം അലങ്കോലമായി കിടക്കും കേട്ടോ. ലൈറ്റിൻ്റെ കുറവുണ്ട്. ഇത് കണ്ടോ പട്ടയെല്ലാം കണ്ടോ നിലത്ത് കിടക്കുന്നത്. ഇതൊക്കെ എടുത്ത് മേലെ അത്യാവശ്യം ഒന്ന് അടുക്കണം. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പണികളുണ്ട് ഇതിനകത്ത്. കണ്ടോ ബെൽത്തെല്ലാം കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊന്ന് എടുത്ത് താക്കാണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കും. ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് ഇത് കറി രാവിലെ ഫുഡ് അടിക്കാനുള്ള പരിപാടി. നമുക്ക് സമയമില്ല. ഇതിവിടെ കിട്ടുന്നൊരു ചപ്പാത്തിയാണ്. ഇത് ചൂടാക്കുകയൊന്നും വേണ്ട, നമുക്ക് കഴിക്കാം കേട്ടോ. വെറുതെ കറി മാത്രം ചൂടാക്കുക കഴിക്കുക. ഇനി നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പരിപാടി പടപടയാക്കുവാണ്. ഏത് സമയത്താണ് വിളിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇനി. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ ഫ്രിഡ്ജിലാണ് സാധനം അടിച്ചു പോകുക. കറിയൊക്കെ ഈ വീക്കെൻഡുകളിലൊക്കെ നമ്മൾ ഫുഡാക്കും. നമുക്ക് സമയമുള്ളപ്പം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ അടിച്ചു വെക്കും കേട്ടോ. അപ്പം നേരം എടുത്തിട്ടൊന്നുമില്ല, നേരം വെളുത്ത് വരുന്നുള്ളൂ ഇവിടെ. ഒരാൾ എനിക്ക് ഈ പാത്രം തന്നാ കേട്ടോ. പാത്രം കാണാൻ വലിയ ലുക്കില്ലേലും ഇത് വൃത്തിയാക്കാനും പിടിക്കാനൊക്കെ അടിപൊളി കേട്ടോ. പടപട പരിപാടി നടക്കും. അപ്പോൾ ഇതാണ് കമ്പനി. കമ്പനിൻ്റെ ഉള്ളിൽ അങ്ങനെ നമുക്ക് കുക്കിംഗ് ഗ്യാസൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ തൽക്കാലം ആരും കാണേണ്ടതുണ്ടോ കർട്ടനൊക്കെ വലിച്ചിട്ടുണ്ട്. 2 സൈഡ് കർട്ടനൊക്കെ വലിച്ചിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധനം ഒച്ച വെക്കൊന്നും ആയിരുന്നു, പക്ഷേ ഇത് വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒച്ചേൻ്റെ എന്തോ സാധനം അടിച്ചു എന്ന് തോന്നുന്നു. സാധാരണ എന്തോ ഒച്ച വെക്കുന്നതാണ്. ഇതിനകത്ത് എന്തോ ഒരു മറ്റേ ഒരു വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു ഇത് മാത്രം വന്നു, വേറൊന്നും വന്നില്ല. നമുക്ക് കിട്ടിയതാണ് കേട്ടോ. റാമ്പ് നമ്പർ 36. ഇതെന്തോ ഒരു കോഡാണ്. ഇതെന്താ സംഭവം നമുക്കറിയില്ല. അതിൻ്റെ മണ്ടയ്ക്കൊരു 3ാമത്തെ ഫ്ലോറിലാണ്, ഏകദേശം ഇവിടെ. അവിടെ നിന്നാണ് ഈ പേപ്പർ കിട്ടിയത്. റാമ്പ് നമ്പർ പറഞ്ഞിരിക്കുന്നത് 36 കേട്ടോ. അതിന് കണ്ടുപിടിക്കണം. ഇതേപോലെ 6, 7 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ കാണുന്നത്, അതേപോലെ കാണും. ഗോ സ്ട്രെയിറ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് 12, 11.
ഇതല്ല, ഇവിടുന്ന് വലത്തേക്ക് പോകാൻ കണ്ടാ പറഞ്ഞ എനിക്ക് തിരുവായിട്ടുന്നില്ല. ഇതെല്ലാം തന്നെ തുറക്കും കേട്ടാ, തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ 23 നമ്പറേ ഉള്ളൂ. സാധാരണ തുറക്കേണ്ടതാണ്, പറഞ്ഞില്ല. ഇതുണ്ടോ ഒരു 57-77 കോഡ് നമ്പർ ഉണ്ട്, അത് ഇവിടെ അടിച്ചു കൊടുക്കാം കേട്ടോ, എന്നാലും ഇത് ഓപ്പൺ ആവും. 57-77 ഉണ്ടോ, ഓപ്പണായി. ഇതൊക്കെ കുറച്ച് മെനക്കേടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ. നമ്മളെ ഇത് ഓരോ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തപ്പിപ്പിടിക്കൽ ഒരു പണി തന്നെയാ കേട്ടോ. ചില സ്ഥലങ്ങളിലേ ഉള്ളൂ ഇങ്ങനെ തപ്പിപ്പിടുത്തം, ഇതിപ്പോൾ വളരെ റെയറായിട്ടാണ് സംഭവം കാണുന്നത്. നമ്മുടെ 36 ഇതുണ്ട്, ഇത് റാമ്പായി കിടക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ഓടിച്ച് നോക്കി കണ്ടുപിടിക്കും, ഒന്നും വിഷയമില്ല, നമ്മളെല്ലാം കണ്ടുപിടിക്കൂലേ. ഇതൊരു റാമ്പ്, അതിന് നമ്പറൊന്നുമില്ല. ഇതേ അടുത്ത റാമ്പ് ഇവിടെ നമ്മുടെ 36 കേട്ടോ. അത് കിട്ടി, 36 ഇതുണ്ട്. അതിനപ്പുറത്തുണ്ട് ഒരു 36 കിടക്കുന്നത്. ഇതിനകത്താണ് 2 റിവേഴ്സ് വെക്കുന്നുണ്ട്. അതിനകത്ത് ഒരാക്ര സ്ഥലമാണല്ലോ. ആ ലൈൻ്റെ അകത്തോട്ടാണ് കയറേണ്ടത്. ഒരു ഐഡിയ ആണ് എല്ലാം. ഇപ്പോൾ കറക്റ്റാണ്ടാവുന്നു. ഇവിടുന്ന് റാമ്പാന്ന് കേട്ടോ, ഇവിടെ ഒന്നും കാണാനും ഇല്ല പിടിക്കാനും ഇല്ല. ഇത് പൊക്കി കൊടുക്കണം, വണ്ടി പോകുന്നു. ഈ പുള്ളി കണ്ടാ ബ്ലൈൻഡ് സ്പോട്ടിൽ റിവേഴ്സ് എടുത്ത് വരുന്നത് കണ്ടാ. ഇതൊക്കെയാണ് ഡ്രൈവർ കേട്ടോ. പുള്ളിക്കോട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ. പുള്ളി ഇത് ആദ്യം എടുത്തപ്പോൾ കിട്ടിയില്ല കേട്ടോ. ബ്ലൈൻഡ് സ്പോട്ട് റിവേഴ്സ് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഇറങ്ങി ചെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതങ്ങനെ ഇവിടെ എല്ലാവരും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. വണ്ടിക്ക് റിവേഴ്സ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതൊന്നും ഹെൽപ്പ് ചെയ്യണ്ട, പുള്ളിക്ക് അത് സ്റ്റഡിയായി ഹെഡ്. അപ്പോൾ പിന്നെ 2 സൈഡും കാണും. ഇത് ക്യാമറ വണ്ടി കേട്ടോ, മിററില്ലാത്ത വണ്ടി കണ്ടോ. ഇതൊരു റൈസ് കുക്കറാട്ടോ, നമ്മുടെ ഇവിടെ മേടിക്കാൻ കിട്ടുന്ന റൈസ് കുക്കർ. ഇതിനകത്ത് വെറുതെ നമ്മൾ വെള്ളം എടുത്ത് വെച്ചാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ടാൽ മതി. ആദ്യം അരിയൊന്ന് കഴുകുക, അതിന് ശേഷം ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നേരെ എടുത്ത് അതിനകത്തോട്ട് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ചോറ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ഉച്ചക്കത്തേക്ക്. അങ്ങനെ നമ്മുടെ വണ്ടി ലോഡായി കേട്ടോ. ഇനിയിപ്പോൾ ഓഫീസിൽ പോയി പേപ്പറൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ വണ്ടി വിട്ടു പോകാനേ ഉള്ളൂ കേട്ടോ. സ്നോ അടിക്കാൻ തുടങ്ങി ഇവിടെ ചെറുതായിട്ടേ ഉള്ളൂ, വലിങ്ങനെയില്ല. അങ്ങനെ അവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഇതിനകത്തൊരു CMRന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നോക്കണം. ഇനി CMR നമ്മളെ എഴുതേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ നമ്മുടെ ലോഡിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് പോയി കേട്ടോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക. ഇറങ്ങൂടി ഇതേണ്ട നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലം ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ കൊണ്ടുപോകും കേട്ടോ നമ്മളെ വണ്ടി. നമ്മുടെ ടോം ഒന്ന് സ്റ്റക്കായി. ഇതൊരു മോട്ടോർ വേയിലേക്ക് കയറ്റുന്ന ഭാവാ. മോട്ടോർ വേ എന്ന് പറയുന്നു. അതെ, മോട്ടോർ വേ തന്നെ. വലിയ റോട്ടിൽ കയറി സമാധാനമായി രക്ഷപ്പെട്ടു. നമ്മൾ കമ്പനികളിലെല്ലാം കയറിയിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, കുറച്ച് ബുദ്ധിമുട്ടും. വലിയ റോട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ റോട്ടിൽ തന്നെ കയറി ഓടിക്കോളും. ഇപ്പം നമ്മൾ ഏട്ടനിലാണ്. അപ്പം ശരി കേട്ടോ, ബാക്കി വീഡിയോ നാളെ ഉണ്ടാവും. എല്ലാവരും പറ്റുകയും കാണണം. പാർട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ശരി.